കുഞ്ഞുങ്ങളെ ടൈം ആൻഡ് വർക്കിലൊരു ചോദ്യമാണ്. എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യുന്നു. സിയുടെ സഹായമുണ്ടെങ്കിൽ അവരത് 4 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അങ്ങനെയെങ്കിൽ സി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കുമെന്നാണ്. നോക്കാം നമുക്ക്. എ പറ്റി പറയുന്നുണ്ട്. എ ഒരു ജോലി 10 ദിവസം കൊണ്ട്. പിന്നെ പറയുന്നത് ബി അതേ ജോലി 20 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ഇവർക്ക് സിയുടെ സപ്പോർട്ടും കൂടെ കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും കൂടെ സിയും കൂടെ ഉണ്ടെങ്കിൽ ആ ജോലി 4 ദിവസം കൊണ്ട് തീരും. ഓക്കെ ആണോ? ഇത്രയാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യം നമുക്ക് ഇവരുടെ ടോട്ടൽ വർക്ക് കാണാം. ടോട്ടൽ വർക്ക് കാണാൻ എൻ്റെ LCM എടുത്താൽ മതിയല്ലോ. 10 കൊണ്ടും 20 കൊണ്ടും 40 കൊണ്ടും ഹരിക്കാൻ കഴിയുന്നൊരു സംഖ്യ അങ്ങ് എഴുതിയാലും മതി. 20 ഞാൻ എഴുതി. ഇനി ഇവരുടെ എഫിഷ്യൻസി യൂണിറ്റ് ടൈമിൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുക. എ കൊണ്ട് 20/10 2 ജോലി യൂണിറ്റ് ടൈമിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എയുടെ എഫിഷ്യൻസി 2. ബിയുടെ എഫിഷ്യൻസി 20/20 1. എ ബി സിയുടെ എഫിഷ്യൻസി 20/4 5. ഇത്രയും അവിടുന്ന് പറയാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ഈ എഫിഷ്യൻസി കിട്ടിയിരിക്കുന്ന എയുടെ എഫിഷ്യൻസി 2, ബിയുടെ എഫിഷ്യൻസി 1. പിന്നെ പറയുന്നത് എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി കൂട്ടിയാൽ 5 കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ കുട്ടികളൊന്ന് ചിന്തിച്ച് എ 2 ബി 1, അപ്പോൾ അവിടുന്ന് അവരുടെ രണ്ടുപേരും കൂടെ എഫിഷ്യൻസി 3 അല്ലേ? സിയും കൂടെ വന്നപ്പോൾ അത് 5 എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാം സിയുടെ എഫിഷ്യൻസി എത്ര എന്ന് ചോദിച്ചാൽ 2. ഒന്നും കൂടെ എയുടെ എഫിഷ്യൻസി 2, ബിയുടെ എഫിഷ്യൻസി 1, അപ്പോൾ തന്നെ 3. ഇവർ 3 പേരും കൂടെ ചേർന്നാൽ എഫിഷ്യൻസി 5 ആകുമെന്ന് പറയുന്നെങ്കിൽ അവിടെ സിയുടെ എഫിഷ്യൻസി എത്ര എന്ന് ചോദിച്ചാൽ സിയുടെ എഫിഷ്യൻസി 2. ക്ലിയർ ആണോ? ഇനി ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. നമുക്കറിയേണ്ടത് സി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കുമെന്ന്. സി ഒറ്റയ്ക്ക് മൊത്തം എത്ര ജോലി തീരാനുണ്ട്? ടോട്ടൽ വർക്ക് 20 അല്ലേ? സിയുടെ എഫിഷ്യൻസി എത്രയാ? 2. അപ്പോൾ സിക്ക് ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്ന് ചോദിച്ചാൽ 20/2 10 ദിവസം കൊണ്ട് സി ആ ജോലി തീർത്തു തരും. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? ഓക്കെ, താങ്ക് യു.